ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്ലാമിക അഭിവാദ്യത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുക. അള്ളാഹു നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും ഒക്കെ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. പറയുന്നതും കേൾക്കുന്നതും ജീവിതത്തിന്റെ പദങ്ങളിൽ അള്ളാഹു നിർവഹിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാണ്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിൽ വളരെ വിശാലമായ മതപരമായ കാഴ്ചപ്പാട് കാണാനും അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമിലെ അഭിവാദ്യം ഏത് പ്രായക്കാർക്കും സുപരിചിതമാണ്. നമുക്കതേക്കുറിച്ചൊരു ബോധമുണ്ട്. പ്രത്യേകിച്ച് പുതിയ തലമുറ ആ വിഷയത്തിൽ കുറച്ചുകൂടി മുൻകടന്ന് നിന്ന് ചിന്തിക്കുന്നുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാം. ഇസ്ലാമിലെ അഭിവാദ്യം അടിസ്ഥാനപരമായും അതുപോലെ തന്നെ ആധികാരികമായും ഇസ്ലാമിലെ അഭിവാദ്യം അസ്സലാമു അലൈക്കും എന്ന സലാം പറയുന്ന പ്രയോഗമാണ് എന്ന് നമുക്കറിയാം. സലാം പറയല് പരിശുദ്ധ ദീൻ വളരെയധികം പ്രാധാന്യവും പ്രോത്സാഹനവും നൽകുന്ന ഒരു കർമ്മമാണ് സലാം പറയൽ. ആദ്യം തന്നെ പറയട്ടെ, അതൊരു ഇബാദത്താണ്, കൂലി കിട്ടുന്ന ഇബാദത്താണ്. ജീവിച്ചിരിക്കുന്നവർക്കിടയിൽ മാത്രമുള്ള ഒരു കർമ്മമല്ല, ഒരു അഭിവാദ്യ ബന്ധമല്ല ഈ അസ്സലാമു അലൈക്കും എന്നുള്ളത്. മരണപ്പെട്ടവരോടും പറയുന്നതിൽ പ്രാധാന്യം കാണുന്ന ഒരു അഭിവാദ്യ മുറയാണ് ഇസ്ലാമിലുള്ളത്. അഭിവാദ്യം പറഞ്ഞുകൊണ്ട് പരസ്പരം ബന്ധപ്പെടുക എന്ന മനുഷ്യ സംസ്കാരത്തിന്റെ ഈ പ്രക്രിയ എല്ലാ മതങ്ങളിലും എല്ലാ സംസ്കാരങ്ങളിലും കാണുന്നുണ്ട്. അതുപോലെയാണോ അപ്പോൾ അള്ളാഹുവിന്റെ ദീനിൽ ഈ പ്രക്രിയക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം? അല്ല. അള്ളാഹുവിന്റെ ദീനിൽ ഈ പ്രക്രിയക്കുള്ള സ്ഥാനം പറഞ്ഞാൽ തീരില്ല, അത്രയുമുണ്ട്. ഇത് ഭൂമിയിൽ മാത്രം നടക്കുന്ന ഒരു ഇബാദത്താണോ? ഇബാദത്ത് എന്ന നിലയിൽ ഏതൊരു കർമ്മത്തിന്റെയും പര്യാവസാനം ഭൂമിയോടുകൂടെ തീരണം. ഹിസാബിന് മുമ്പ് അതിന്റെ കണക്ക് കംപ്ലീറ്റ് ചെയ്ത് ഹിസാബിൽ കണക്ക് അവതരിപ്പിച്ച് അതിന് കൂലി കൊടുത്ത് സ്വർഗമെങ്കിൽ സ്വർഗം, നരകമെങ്കിൽ നരകം, ആ രീതിക്ക് പൂർത്തീകരണം സംഭവിക്കുന്ന ഒരു രംഗമാണ്, ഒരു മേഖലയാണ് ഇബാദത്ത്. അസ്സലാമു അലൈക്കും എന്ന പ്രയോഗത്തിലൂടെ നാം നടത്തുന്ന ഇസ്ലാമിലെ അഭിവാദ്യ മുറ എന്ന ഈ ഇബാദത്ത് ഹിസാബിൽ കണക്ക് പറഞ്ഞ് അവസാനിച്ചു പോകുന്ന ഇബാദത്തല്ല. സ്വർഗത്തിലെത്തിയാലും ഇത് അവിടെയും കാണാം. അപ്പോൾ നമ്മുടെ ഭാവനയ്ക്ക് അപ്പുറത്തേക്ക് ഇതിന്റെ മഹത്വത്തെ അല്ലാഹു തആല വിളിച്ചറിയിക്കുകയാണ്. സാധാരണ ഇബാദത്തുകൾ സ്വർഗത്തിലെത്തി നിസ്കരിച്ചോളണമെന്നില്ല. ഇബാദത്ത് എന്ന പരിഗണനയില് ഭൂമിയിൽ വെച്ച് നമ്മുടെ ജീവിതത്തിൽ അത് അവസാനിച്ചു പോവാം. മരണത്തോടുകൂടെ ആ അമൽ അവിടെ അവസാനിച്ചു പോവാം. നമ്മൾ ഖബറിൽ കിടന്നാലും ആ അമൽ നമ്മളിലേക്ക് ജീവിച്ചിരിക്കുന്നവരാൽ എത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മഹ്ശറ കഴിഞ്ഞ് ഹിസാബ് കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോയി സ്വർഗ ജീവിതത്തിന്റെയും പ്രധാന വിശേഷം ഈ അഭിവാദ്യ മുറ തന്നെയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നു ഈ അഭിവാദ്യ മുറ അവിടെയും കാണപ്പെടാനും ഉണ്ടാവാൻ. അപ്പൊ അത്തരത്തിലുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാട് ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ പ്രമാണങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും ഒക്കെ കാണപ്പെടുമ്പോൾ ഇതേക്കുറിച്ചുള്ള ചർച്ചയും സ്വാഭാവികമായും ഒരു വിശാലതയെ അർഹിക്കുന്നുണ്ട്. എങ്കിൽ ആ പഠന തലത്തിൽ നിന്നുകൊണ്ടുള്ള വളരെ ലളിതമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഈ സംഗമത്തിൽ നമ്മുടെ ഈ പഠനവേദിയിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റഹ്മാനായ തമ്പുരാൻ നമ്മുടെ അറിവിലും നമ്മൾ ചെയ്യുന്ന അമലിലും ഒക്കെ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. ഇസ്ലാമിലെ അഭിവാദ്യം ഒരു മര്യാദ കൂടിയാണ്. അഭിവാദ്യം ചെയ്താൽ അങ്ങോട്ട് തിരിച്ച അഭിവാദ്യത്തിന് പ്രതിവചിക്കുക എന്നത് അനിവാര്യമാണ്. അതൊരു മര്യാദയുടെ ഭാഗമാണ്. എന്താണ് നമ്മൾ അഭിവാദ്യം ചെയ്യുക? ഇസ്ലാമിലെ അഭിവാദ്യം അസ്സലാമു അലൈക്കും എന്നൊരു പ്രയോഗം. ഞാനൊന്ന് പറയാം. നമ്മൾ ആകെ കേട്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു അവതരണം മാത്രം. അസ്സലാമു അലൈക്കും എന്ന് പറയാം. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. എന്നാൽ നമുക്ക് അതിന്റെ കൂടെ ഒന്ന് കൂട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ പറഞ്ഞു നോക്കി. അത് കേൾക്കാനും പറയാനും എത്രയോ സന്തോഷം. അങ്ങനെയാണല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങുന്നത്. അത് പറയാനും കേൾക്കാനും പ്രത്യേക സന്തോഷ. നമ്മുടെ വിചാരം അസ്സലാമു അലൈക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ല, അതിന്റെ കൂടെ ഇതും കൂടി ഉണ്ട്. അതും കൂടി ചേർത്ത് പറയണം. അതൊരു മര്യാദയാണ്.
എന്താ ഇപ്പൊ സലാം പറഞ്ഞാൽ? അസ്സലാം എന്ന പദത്തിന്റെ അർത്ഥം എന്താ? മഹാനായ ഇമാം സാവി പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം കൊടുക്കുന്നോടത്ത് അതിന്റെ അർത്ഥം പറയുന്നുണ്ട്. അസ്സലാം എന്ന വാക്കിനർത്ഥം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മൂന്ന് പ്രയോഗം അസ്സലാം, റഹ്മത്തുള്ളാഹ്, ബറകാത്ത്, ഈ മൂന്നെണ്ണത്തിനും അർത്ഥമുണ്ട്. മുഫസ്സിരീങ്ങൾ പലരും അത് ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം സാവിയുടെ ഉദ്ധരണി നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ രക്ഷ നിനക്കുണ്ടാവട്ടെ എന്നല്ലേ അതിനർത്ഥം? അള്ളാഹുവിന്റെ രക്ഷ നിനക്കുണ്ടാവട്ടെ. ഈ വാക്കിന്റെ അർത്ഥം അസ്സലാമത്തു മിനൽ ആഫാത്തി ദുനിയവിയ്യതി വൽ ഉഖറവിയ്യ, ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ അപകടങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ രക്ഷ നിനക്കുണ്ടാവട്ടെ എന്നാണ് അതിനർത്ഥം. അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ. ഒന്നുകൂടി പറയാം, അസ്സലാമു അലൈക്കും, അള്ളാഹുവിന്റെ രക്ഷ നിനക്കുണ്ടാവട്ടെ, അതാണല്ലോ അതിനർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താണ്? ദുനിയാവിലും ആഖിറത്തിലും നിനക്ക് വരാനിരിക്കുന്ന അപകടങ്ങളിൽ അള്ളാഹുവിന്റെ രക്ഷ നിനക്കുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയാണ് അസ്സലാമു അലൈക്കും എന്നത്. ഇനി അതിന്റെ കൂടെ ചേർത്ത് പറയുന്ന അതിന്റെ ബാക്കി കൂടിയുണ്ട്, വറഹ്മത്തുള്ളാഹ്, അള്ളാഹുവിന്റെ കരുണ നിന്നോടുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിനക്ക് ഗുണം ചെയ്തു തരട്ടെ, നിനക്ക് നല്ലത് തരട്ടെ, റബ്ബ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇൻആമുഹു വ ഇഹ്സാനുഹു. പിന്നെ അതിന്റെ ബാക്കിയാണ് വബറകാതുഹു, അള്ളാഹുവിന്റെ ബറക്കത്ത് നിനക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിന്റെ കാലിടറാതെ, നീ തകർന്നു പോവാതെ റബ്ബ് നിന്നെ കാക്കട്ടെ, അതാണ് ഇതിന്റെ അർത്ഥമെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. ഏത് വാക്കിന്റെ അർത്ഥം ഇപ്പൊ പറഞ്ഞത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആകെ അത് കേൾക്കുന്നത് ഖുതുബക്ക് ഖതീബ് കേറുമ്പോ നമ്മൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ? പിന്നെ വല്ല വഴുതോ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അന്നേരവും പറയും. അല്ലാതെ നമുക്ക് പറ്റിയതല്ല എന്നാ നമുക്ക് തോന്നുന്നത്. അതൊക്കെ വലിയ വലിയ ആൾക്കാർ പറയേണ്ട വാർത്താണ്. അല്ല, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അങ്ങനെയാണ് സലാം പറയേണ്ടതിന്റെ പൂർണ്ണത. അള്ളാഹുവിന്റെ രക്ഷ നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാവട്ടെ, കാലിടർച്ചയിൽ നിന്നും നിന്റെ തകർച്ചയിൽ നിന്നും അള്ളാഹു നിന്നെ കാത്തു രക്ഷിക്കട്ടെ, റബ്ബ് നിനക്ക് നന്മ ചെയ്യട്ടെ എന്ന് നീണ്ട ഒരു പ്രാർത്ഥന തന്നെയാണ് ഈ അസ്സലാമു അലൈക്കും എന്ന അഭിവാദ്യ മുറ. ഇത് പവിത്രമാണ്. അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞോടത്ത് നമ്മൾ ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇവിടെ ദുനിയവിയും ഉഖറവിയുമായ സുരക്ഷിതത്വം നിനക്കുണ്ടാവാനുള്ള പ്രാർത്ഥനയാണല്ലോ നിന്റെ സഹോദരൻ നിനക്ക് പറയുന്ന ഈ അഭിവാദ്യം, ഈ അസ്സലാമു അലൈക്കും. ഇവിടെ പ്രധാനമായും 3 സന്ദർഭങ്ങളിലാണ് നിനക്ക് അള്ളാഹുവിന്റെ രക്ഷ നിർബന്ധമായും വേണ്ടിവരുന്നത്. 3 സന്ദർഭങ്ങളിൽ അള്ളാഹു നിന്നെ കാക്കട്ടെ, നിനക്ക് സലാമത്ത് നൽകട്ടെ. ആ 3 സന്ദർഭവും ദുനിയാവിലും ആഖിറത്തിലും കൂടിയിട്ടാണ്. അതിൽ ഒന്നാമത്തെ സന്ദർഭം നിന്റെ ജീവിതമാണ്, നിന്റെ ഹയാത്താണ്, നിന്റെ ജനനം മുതൽക്കുള്ള കാര്യങ്ങളാണ്. രണ്ടാമത്തെ സന്ദർഭം നിന്റെ മരണമാണ്. മൂന്നാമത്തെ സന്ദർഭം നിന്റെ പുനർജീവിതത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്, ബഅസിന്റെ നേരമാണ്. ഹയാത്ത്, മൗത്ത്, ബഅസ്, ഈ 3 നേരത്തും അത് ദുനിയാവും ആഖിറവും കൂടിയ സമയങ്ങളാണ്. ആ പീരീഡ് ദുനിയാവും ആഖിറവും കൂടിയതാണ്. ഈ 3 നേരത്തും അള്ളാഹുവിന്റെ ഗുണവും അവന്റെ സുരക്ഷിതത്വവും അവന്റെ സംരക്ഷണവും നിനക്കുണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥന. നമുക്ക് ജനന നേരത്ത് വേണ്ടേ? വേണമല്ലോ. നമ്മുടെ ജീവിതത്തിൽ റബ്ബിന്റെ കാവല് വേണമല്ലോ. വേണം. നമ്മുടെ ഈമാൻ ഇബ്ലീസ് കട്ടുകൊണ്ടു പോവാതെ അള്ളാഹുവിന്റെ കാവല് നമുക്ക് വേണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ പറഞ്ഞതെന്താ? നിന്റെ മരണനേരത്ത് റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. നമുക്ക് നമ്മുടെ മരണം ബോധ്യപ്പെടുന്നത് നമ്മുടെ റൂഹ് ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന് നമ്മുടെ മുട്ടുവരെ കാലിന്റെ പെരുവിരലിലൂടെ ഞരമ്പുകൾ വഴി മലക്കുകൾ കയറുന്നു. മുട്ടുവരെ ആ സംഘം മലക്ക് അവിടെ വെച്ച് ഇറങ്ങുന്നു. അവിടെ വെച്ച് പിടിച്ചു വച്ചിരിക്കുന്ന റൂഹ് അവിടെ നിന്നും പിന്നെയും ചുരുട്ടി പിഴിഞ്ഞു കൊണ്ടുവന്ന് നമ്മുടെ പൊക്കിൾ വരെ കൊണ്ടുവരും. 2ാം സെക്ഷൻ അവിടെ അവസാനിക്കുന്നു. ആ മലക്കുകൾ ഇറങ്ങുന്നു. 3ാം സംഘം പൊക്കിളിൽ നിന്നും നെഞ്ചിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ മരണം ബോധ്യപ്പെടാം നമുക്ക്. ഇനി ഒരു തിരിച്ചുവരിവില്ല. ഒരു ശരീരത്തിനും അതിന് നിശ്ചയിക്കപ്പെട്ട സമയമെത്തിയാൽ, അതിന്റെ ആയുസ്സെത്തിക്കഴിഞ്ഞാൽ
പിന്നെ അതിനെ പിന്നെയും അവധി കൊടുത്തുകൊണ്ട് പിന്തിപ്പിക്കുന്ന സിസ്റ്റം അള്ളാഹു ഇവിടെ വെച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ആയുസ്സും ആരോഗ്യം തരട്ടെ. നമുക്ക് നമ്മുടെ മരണം ബോധ്യപ്പെടുന്ന ഈ നേരത്ത് തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് എത്തുമ്പോൾ ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അള്ളാഹുവിന്റെ കാവൽ നിനക്കുണ്ടാവട്ടെ എന്നാണ് അസ്സലാമു അലൈക്കും എന്ന പദം സൂചിപ്പിക്കുന്നത്. ജീവിതം, ഹയാത്ത്, മൗത്ത്, ബഅ്സ്, ഇതിലേക്കാണ് അസ്സലാമു അലൈക്കും പോകുന്നത്. ഞാനിത് ഖുർആൻ കൊണ്ട് സ്ഥാപിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ നമുക്ക് അങ്ങനെ പഠിപ്പിച്ചു. ഇനിയുള്ളത് അള്ളാഹുവിന്റെ രക്ഷ അവിടെയും തീരുന്നില്ല, അനന്തമാണ്. ഒരു പ്രാവശ്യത്തെ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ആ വാക്ക് എത്തിക്കുന്നത് അനന്തമാണ്. ഇനി നിനക്ക് അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാവേണ്ടത് ബഅ്സിന്റെ നേരമാണ്. ബഅ്സിന്റെ നേരം. ഖാലൂ യാ വൈലനാ മം ബഅ്സനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ബഅ്സിന്റെ നേരത്ത് എല്ലാവരും എണീറ്റ് ഒറ്റ ഓട്ട. ഈ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഊത്തിന്റെ ആ വലിയ പ്രകമ്പനം കേൾക്കുമ്പോ പേടിച്ചരണ്ടിട്ട് മനുഷ്യരെഴുന്നേറ്റ് ഇലാ റബ്ബിഹിം യൻസിലൂൻ, റബ്ബിലേക്ക് ഓടും, ധൃതി വെച്ചോടും. അന്നേരം ചിലര് പറയും, ഓ ഇനി വരാനുള്ള മഹ്ശറേ, അങ്ങനെയാണല്ലോ, കണക്കിന്റെ പീരീഡാണ് അടുത്തതെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന സയൻസിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇംഗ്ലീഷിന്റെയോ മലയാളത്തിന്റെയോ പീരീഡ് അതിന് മുമ്പ് ഇത്തിരി എളുപ്പമായിരുന്നെങ്കിൽ ഇനി വരാനുള്ള കണക്കിന്റെ വളരെ ബുദ്ധിമുട്ടേറിയ പീരീഡ് വരുമ്പോൾ വിദ്യാർത്ഥി പറയലോ, ഓ നാശം, ഇനി കണക്കിന്റെ പീരീഡ് എങ്ങനെയാ ഇപ്പൊ കഴിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ വരാനുള്ളത് ഞങ്ങൾക്ക് നരക. കഴിഞ്ഞ ജീവിതം ഖബർ കാര്യം ഇരുട്ടും ഞെരുക്കലും ഒക്കെ ആയിരുന്നെങ്കിൽ ഇനിയുള്ള മഹ്ശറയിലെ ചൂടും അവിടുന്ന് നരകത്തിന്റെ വലിയ പ്രയാസങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞു പോയ ഖബർ സ്വർഗമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉറക്കത്തിന്റെ നല്ല ഇടമായിരുന്നു. ഞങ്ങളുടെ നിദ്രയിൽ നിന്നും ഭംഗം വന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതാരാ? ഞങ്ങൾക്ക് വന്ന നാശമേ, യാ വൈലന മംബഅസന മിമ്മർഖദിന. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ഓടും. അവര് നരകത്തിനുള്ളവരാ. അല്ലാഹു തആല നമ്മെ പെടുത്താതിരിക്കട്ടെ. എന്നാൽ മറ്റൊരു വിഭാഗം പറയും, ഹാദാ മാ വഅദ റഹ്മാൻ, ഞങ്ങളുടെ റഹ്മാനായ തമ്പുരാൻ വഅദ ചെയ്ത, അമ്പിയാക്കൾ പഠിപ്പിച്ച ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന പുനർജീവിതം ഞങ്ങൾ കാത്തിരുന്നത് ഈ സംഭവത്തെ കുറിച്ചാണ്. ഞങ്ങൾ ഇത് കാണാൻ വേണ്ടി കാത്തിരുന്നവരാ. ഞങ്ങളുടെ റബ്ബ് വഅദ ചെയ്തത് ഞങ്ങൾക്ക് എത്തി. വസദഖൽ മുർസലൂൻ. ഈ ഓട്ടത്തിന്റെ നേരത്ത് നമുക്ക് രണ്ടാമത്തെ വിഭാഗത്തിലൊന്ന് പെടണ്ടേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് നമുക്ക് റബ്ബിന്റെ രക്ഷ വേണം. ആ രക്ഷ നിനക്ക് ഉണ്ടാവട്ടെ എന്നാണ് അസ്സലാമു അലൈക്കും എന്ന പദം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നതെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. ഈ മൂന്ന് കാര്യത്തിലേക്കും സൂചിപ്പിക്കാം. അസ്സലാമു അലൈക്കും എന്ന പദം ഈ മൂന്ന് കാര്യത്തിലേക്കും സൂചിപ്പിക്കാം. എവിടെയുണ്ട്? ഖുർആൻ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഖുർആൻ ഇത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകുന്നത് ഈ മൂന്ന് സന്ദർഭത്തിലേക്കാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മറിയം റളിയല്ലാഹു അൻഹ ഈസ നബിയെ പ്രസവിച്ചു. ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതൃത്വത്തെ ചോദിച്ചുകൊണ്ട് ആ ജനങ്ങൾ വന്ന് മഹ്ദി അവരെ ക്രൂശിക്കുകയാണ്. ആ സമയം മറിയം റളിയല്ലാഹു അൻഹയുടെ സൂചന, തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് തന്നെ മറുപടി പറയട്ടെ എന്നാണ്. കുഞ്ഞിനോട് ചോദിക്കാൻ അവർ തയ്യാറായി. കുഞ്ഞിന്റെ മറുപടി കേട്ടോ സൂറത്ത് മറിയം. فأتت به قومها تحمله قالوا يا مريم لقد جئت شيئا فريا يا أخت هارون ما كان أبوك امرأ سوء وما كانت أمك بغيا فأشارت إليه قالوا كيف نكلم من كان في المهد صبيا قال തൊട്ടിലിൽ കിടക്കുന്ന ഈസ നബിയുടെ മറുപടി ഖുർആൻ പറയുന്നു, ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയാ. ഈസാ നബിയുടെ മറുപടിയാണ്, അല്ലാഹു എനിക്ക് നുബുവത്ത് പദവി തന്നിട്ടുണ്ട്. ഇൻജീൽ എന്ന വേദം അല്ലാഹു ഉറപ്പിച്ചിട്ടുണ്ട്. വജഅലനി മുബാറകൻ ഹൈസു മാ وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا. എന്റെ കർമ്മങ്ങൾ അല്ലാഹു എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ വ്യക്തിത്വം അനുഗ്രഹീതമാണെന്ന് റബ്ബ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
പിന്നെയോ വബർറം ബിവാലിദത്തി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ വസ്സലാമു അലയ്യ. നമ്മുടെ വിഷയത വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യാ. അല്ലാഹു അവന്റെ രക്ഷ, അവന്റെ സലാം എനിക്ക് തന്നത് എന്റെ ജനനം മുതൽക്കും എന്റെ മരണത്തിലും എന്റെ ബഅസിലുമാണ്, എന്റെ പുനർജീവിതത്തിലുമാണ് അല്ലാഹുവിന്റെ രക്ഷ. അപ്പൊ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് നമ്മൾ നമ്മുടെ മുസ്ലിം സഹോദരനോട് പറയുമ്പോൾ സത്യത്തിൽ അയാൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, അല്ലാഹുവിന്റെ സുരക്ഷിതത്വവും കാവലും ഉണ്ടാവട്ടെ, റബ്ബിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് അയാൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ആ പ്രാർത്ഥന എത്തുന്നത് അയാളുടെ ജീവിതത്തെയും ദുനിയാവിന്റെ ജീവിതത്തെയും അയാളുടെ മരണത്തെയും അയാളുടെ പുനർജീവിതത്തിന്റെ പ്രയാസമായ ഘട്ടങ്ങളിലെയും അയാളുടെ പ്രയാസങ്ങളെയുമാണ് ആ വാക്കുകൊണ്ട് ഒരു സുരക്ഷാ കവചമായി പൊതിയുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ സലാം പറയാന്നുള്ളത് ഒരു ചെറിയ കാര്യമൊന്നുമില്ല. ഇനി നമ്മൾ ഇതിനു വേണ്ടി പ്രയോഗിക്കുന്ന പ്രയോഗം, ആ വാക്ക്, അതിന്റെ അർത്ഥഗർത്ത തലങ്ങളിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിയാലോ. അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ടല്ലേ നമ്മൾ സലാം പറയുന്നത്. അള്ളാഹുവിന്റെ ഇസ്മ, റബ്ബിന്റെ സലാം ഉണ്ടല്ലോ. അള്ളാഹു എപ്പോഴും പരിപൂർണനും എന്നും ശേഷിക്കുന്നവനുമാണ്. അതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ ഇസ്മുകളും അള്ളാഹുവിന്റെ സിഫത്തുകളും. അത് പൂർണ്ണവുമാണ്, അത് എന്നും ശേഷിക്കുന്നതാണ്. അപ്പൊ ആ പദപ്രയോഗം കൊണ്ടുള്ള ഒരു അഭിവാദ്യ മുറയ്ക്ക് അത്ര വാലിഡിറ്റി ഉണ്ട്. ലൈഫ് ടൈം എന്നൊന്നും പറയാൻ പറ്റില്ല, ദുനിയാവിന് അപ്പുറവും കിടക്കുന്നുണ്ട്. കാരണം കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ശാശ്വതമായ അല്ലാഹുവിന്റെ ദാത്ത്, ശാശ്വതമായ അല്ലാഹുവിന്റെ സിഫത്ത്, അല്ലാഹുവിന്റെ വിശേഷണം, അല്ലാഹുവിന്റെ ഇസ്മ, അത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗം അഭിവാദ്യത്തിൽ കൊണ്ടുവരുമ്പോൾ അഭിവാദ്യം എന്ന ഈ പ്രാർത്ഥനയ്ക്കും അത്ര കണ്ട് ശാശ്വതമായ ഒരു നിലനിൽപ്പ് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കാം. അല്ലാഹുവിന്റെ ഇസ്മ കൊണ്ടാണല്ലോ സലാം പറയാം. ഒരു ശാശ്വതമായ നിലനിൽപ്പ്, ഒരു സുരക്ഷിതത്വം ആ ഇസ്മിലൂടെ നമ്മൾ അഭിവാദ്യമായി നേരുകയാണ്. ശാശ്വതമായ സുരക്ഷിതത്വം ഉണ്ടാവട്ടെ എന്നാണ് അതിനർത്ഥം. ശാശ്വതമായ സുരക്ഷിതത്വം. എല്ലാവരും ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചാൽ ഈ ഭാഗം മനസ്സിലാവൂ. മുഫസ്സിരീങ്ങൾ ചർച്ച ചെയ്തത് അങ്ങനെയാണ്. അല്ലാഹുവിന്റെ ഇസ്മാണല്ലോ. ലൗ ഔസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അലിമുൽ ഗൈബി വസ്സഹാദ. അല്ലാഹുവിന്റെ നാമങ്ങൾ പറയാണല്ലോ. ഹുവർ റഹ്മാനുർ റഹീം, ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാം. ഈ സലാം, അസ്സലാം എന്ന പ്രയോഗം അല്ലാഹുവിന്റെ ഇസ്മാണ്. ഈ ഇസ്മ കൊണ്ടാണ് നമ്മൾ അഭിവാദ്യം നേരുന്നത്, അഭിവാദ്യം പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതിനൊരു ശാശ്വതമായ രീതികളുണ്ട്. ഈ അഭിവാദ്യം നമ്മെ കൊണ്ടെത്തിക്കുന്നത് സ്വർഗത്തിലാണ്. അതുകൊണ്ട് ആദ്യത്തെ സംസാരം സലാം പറഞ്ഞുകൊണ്ടാവട്ടെ. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാ നബി തങ്ങളിൽ കാണുന്നത്. മിണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാൽ പിന്നത് അസ്ഥാനത്താണെന്നാണ് തുഹഫയിൽ ഉള്ളത്. സ്നേഹം പരസ്പരമിൽ വളർത്താൻ നല്ലതാ, അത് കാരണം ഈമാൻ ശരിക്കുറക്കുന്നതാ. ഈമാൻ ഉറച്ചവരോ കടക്കും സ്വർഗമിൽ. ഇതുപോലെ തന്നെ ഹദീസ് കാണാം മുസ്ലിമിൽ. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസിൽ നമുക്ക് കാണാം. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് പഠിപ്പിക്കുന്നു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു
വലാ തുഅ്മിനൂ ഹത്താ തഹാബ്ബു അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമുഹു തഹാബബതും അഫ്ശുസ്സലാമ ബൈനകും മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പഠിപ്പിക്കാം, നിങ്ങളാരും സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ പൂർണ്ണമായ മുഅ്മിനാവണം. നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവണമെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾക്കിടയിലെ പരസ്പര സ്നേഹം സുദൃഢമാവണമെങ്കിൽ ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരാം. അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമുഹു തഹാബബതും. ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരാം, അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിടയിലെ സ്നേഹബന്ധം സുദൃഢമാണ്. ഏതാ കാര്യം എന്നറിയോ? അഫ്ശുസ്സലാമ ബൈനകും. നിങ്ങൾക്കിടയിൽ സലാം പ്രചരിപ്പിക്കാം. നിങ്ങൾക്കിടയിൽ സലാം ഒന്ന് പറഞ്ഞാൽ ഇനി എന്തിനാ പറയണേ? ഒന്ന് പറഞ്ഞാലും നമുക്ക് ഒരു കാര്യമുണ്ട്, ഒരു സ്വഭാവമുണ്ട്. അസ്സലാമു അലൈക്കും എന്നൊരാളോട് പറഞ്ഞു, മൂപ്പര് വേറെ ആണ്ട് ചെയ്തോണ്ടിരിക്കാം. അപ്പൊ പുള്ളി കേട്ടില്ല. അപ്പൊ നമ്മളിങ്ങനെ മുഖമൊക്കെ ഒന്ന് കറുപ്പിച്ചിട്ട് പറയും, സലാം പറഞ്ഞേർന്നിട്ടാ. എന്ത് സലാം പറഞ്ഞേർന്ന്? എന്താ മടക്കാത്ത? അങ്ങനെയല്ല പറയേണ്ടത്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ സലാം പറഞ്ഞേർന്നു എന്നല്ല പറയണ്ടത്. ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിരുന്നു എന്ന് പറയണം. അപ്പോഴുമായി എടുത്തുദ്ധരിക്കുന്നതിലും അസ്സലാമു അലൈക്കും എന്നത് വേണം. ആ എടുത്തുദ്ധരിക്കുന്ന അസ്സലാമു അലൈക്കും എന്നതിനാണ് ഇനി വരുന്ന മറുപടി. അങ്ങനെയാണ് കേട്ടതിനല്ലേ മറുപടി പറയേണ്ടത്. പിന്നെ ഒരാള് മറ്റൊരാളുടെ അടുത്തേക്ക് സന്ദർശനത്തിന് പോയി, എടാ അടുത്ത് വരുമ്പോ എന്റെ സലാം പറഞ്ഞേരട്ടോ അങ്ങനെ പറയാറുണ്ട്. സലാം പറഞ്ഞേക്കാൻ അങ്ങനെയല്ല, എന്റെ ഒരു അസ്സലാമു അലൈക്കും അവിടെ നീ പറയണം. അവിടെ ഈ എടുത്തുദ്ധരിക്കുന്നതിൽ അസ്സലാമു അലൈക്കും എന്ന പ്രയോഗം ഉണ്ട്. ആ അസ്സലാമു അലൈക്കും എന്ന പ്രയോഗമാണ് അവിടെ എത്തിക്കേണ്ടത്. എന്റെ ഒരു സലാം പറഞ്ഞേക്കും വാപ്പാക്ക് അങ്ങനെയല്ല, എന്റെ ഒരു അസ്സലാമു അലൈക്കും നീ പറയണമെന്നാണ് പറയേണ്ടത്. ആ പ്രയോഗത്തിന് പോലും എടുത്തുദ്ധരിക്കുന്നതിൽ പോലും അതിന്റെ അദബ് അങ്ങനെയാണെന്നാ. അപ്പൊ നിങ്ങളിത് പരമാവധി പ്രചരിപ്പിച്ചാൽ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ട്. നിങ്ങൾക്കിടയിലെ അകൽച്ചകളെ ഇണക്കി ചേർക്കാൻ, വിളക്കി ചേർക്കാൻ, സമന്വയിപ്പിക്കാൻ, സംയോജിപ്പിക്കാൻ ഞാനൊന്ന് പഠിപ്പിച്ചു തരാം. അത് നിങ്ങളൊന്ന് ചെയ്യണേ. അത് അഫ്ശുസ്സലാമ ബൈനകും, നിങ്ങൾക്കിടയിലെ സലാം പ്രചരിപ്പിക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ഇതാണ് സലാം പറയുന്നതിന്റെ ഇസ്ലാമികമാണ്. വലിയ പുണ്യമുള്ള കർമ്മമാണല്ലോ. നമുക്ക് നോക്കാം, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കാം. സ്വഹീഹുൽ ബുഖാരി മുസ്ലിമിലുണ്ട് ഹദീസ്. പുണ്യ നബിയുടെ മുന്നിൽ ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അയ്യുൽ ഇസ്ലാമി ഖൈർ. നബിയേ, ഇസ്ലാമിക തത്വാധിഷ്ഠിത കാര്യങ്ങളിൽ, കർമ്മങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഒന്ന് രണ്ടെണ്ണം അറിയണം എനിക്ക്, ഒന്ന് പറയോ? ഇസ്ലാം കാര്യങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത്, അതായത് അക്സറു സവാബൻ ഇൻദല്ലാഹ്, പടച്ചവൻ ഏറ്റവും കൂടുതൽ കൂലി തരുന്ന കാര്യങ്ങൾ ഇസ്ലാമിലെ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണമൊക്കെ അറിയണമെന്നുണ്ട്. ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന കാര്യങ്ങൾ ഇത് പറയുമോ എന്ന് ചോദിച്ചു. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തുത്ഇമുത് ത്വആം, ഒന്നാമത്തേത് നീ ഭക്ഷണം കൊടുക്കുക എന്നാണ്. വിഷണ്ണിതനായി വരുന്നവന്റെ വയറിന്റെ വേദന അടക്കാൻ ഭക്ഷണം കൊടുക്കാൻ കഴിയുമെങ്കിൽ നീ ഭക്ഷണം കൊടുത്തു. തുത്ഇമുത് ത്വആം. പിന്നെയോ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വത്തഖറഉസ് സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്. നിനക്ക് പരിചയവും നിനക്ക് ശരിക്കും അറിയാവുന്ന മുസ്ലിമിനെ കണ്ടാൽ നീ അങ്ങോട്ട് സലാം പറയോ. ഇനി മുസ്ലിമാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ട ഒരാളെ, നിനക്ക് വലിയ പരിചയമൊന്നുമില്ല, മുസ്ലിമാണെന്ന് ബോധ്യപ്പെട്ട ആളോടും നീ സലാം പറഞ്ഞു. മുസ്ലിമീങ്ങളോട് സലാം പറയൽ ഇസ്ലാമിൽ ഏറ്റവും കൂലി കിട്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്ന കാര്യം. ഹബീബ് ആ സ്വഹാബിക്ക് അങ്ങനെയാണ് മറുപടി കൊടുത്തത്. ഇവിടെ നമ്മൾ ചിന്തിക്കണം, മഹാന്മാരായ ഫുഖഹാ ചർച്ച ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് സലാം. നമ്മൾ നിസ്കാരത്തിന്റെ വഖത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഉളു എടുക്കൽ നമ്മെ സംബന്ധിച്ച് നിർബന്ധമാണ്. ഉളു എടുക്കൽ നിർബന്ധമാണ്. നിസ്കാരത്തിന്റെ വഖത്ത് എത്തിക്കഴിഞ്ഞാൽ വാജിബായി നമുക്ക് ആ വാജിബായ ഉളു എടുക്കൽ. വാജിബ് എന്ന് പറഞ്ഞാൽ നിർബന്ധം, കൂലി കൂടുതലുള്ളതാണല്ലോ. ഈ വാജിബിനേക്കാളും കൂലി കൂടുതലുണ്ട് സുന്നത്തിന്. അത് ഈ സന്ദർഭത്തിലാണ്. ഏതാ? നിസ്കാരത്തിന്റെ വഖത്ത് എത്തുന്നതിന് മുമ്പേ അതിനുവേണ്ടി നേരത്തെ ഉളു എടുക്കുക എന്നത് സുന്നത്താണ്. സ്വാഭാവികമായും സുന്നത്തിന് വാജിബിനേക്കാളും പ്രതിഫലം കുറവാണെങ്കിൽ വഖത്ത് എത്തുമ്പോൾ ഒളു എടുക്കുക എന്ന വാജിബിനേക്കാളും വഖത്തിന് മുമ്പ് ഒളു എടുക്കുക എന്ന സുന്നത്തിന് കൂലി കൂടുതലുണ്ട്. ഒരു ഞെരുക്കക്കാരനായ മനുഷ്യന് നമ്മൾ കുറച്ച് പൈസ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾക്ക് ഞെരുക്കമാണ്. ആ അവധി എത്തിയാൽ അയാൾക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ലെങ്കിൽ
അയാൾക്ക് വീണ്ടും നമ്മൾ സാവകാശം ചെയ്തു കൊടുക്കുക എന്ന് നമുക്ക് ബാധ്യതയാണ്, വാജിബാണ്. ആ വാജിബിനേക്കാൾ അവധി എത്തുന്നതിന് മുന്നേ അവനോട് പറയാണ്, അല്ല ഒരാഴ്ചയും കഴിഞ്ഞിട്ട് നീ തന്നാൽ മതി, അന്ന ഡേറ്റിലല്ലേ നീ തരാന്ന് പറഞ്ഞ് ഒരാഴ്ചയും കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് അവധി എത്തുന്നതിന് മുന്നേ അവന്റെ ഞെരുക്കത്തെ മനസ്സിലാക്കിയാൽ നേരത്തെ അയാൾക്ക് സാവകാശം കൊടുക്കുക എന്ന സുന്നത്തിന് സമയമെത്തിയപ്പോൾ അയാളുടെ ഞെരുക്കം ബോധ്യപ്പെട്ടാൽ സാവകാശം കൊടുക്കുക എന്ന വാജിബിനേക്കാളും പ്രാധാന്യമുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് സലാം പറയൽ. സലാം അങ്ങോട്ട് പറഞ്ഞു തുടങ്ങാ എന്നത് സുന്നത്താണ്. എന്നാൽ ആ സലാം ഇങ്ങോട്ട് മടക്ക എന്നത് ഫർദ് കിഫയാണ്. സുന്നത്തിന് ഫർദിനേക്കാൾ കൂലിയുണ്ട്. ഇവിടെ സുന്നത്തിന്റെ കൂലി 90 ഫർദിന്റെ കൂലി 10. മടക്കുക എന്ന ഫർദിന്റെ കൂലി 10, തുടങ്ങുക എന്ന സലാം അങ്ങോട്ട് പറയുക എന്ന സുന്നത്തിന്റെ കൂലി, ഫർദിന്റെ കൂലി 10, മടക്ക എന്ന ഫർദിന്റെ കൂലി 10, തുടങ്ങി അങ്ങോട്ട് പറയാ എന്ന സലാം പറയാ എന്ന സുന്നത്തിന്റെ കൂലി 90. ഇത് ഫുഖഹ ചർച്ച ചെയ്ത കാര്യമാണ്. ഖുർആന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും നമുക്ക് ഈ ഉദ്ധരണി കാണാൻ കഴിയും. ഏതായാലും പടച്ച റബ്ബുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ സലാം പറഞ്ഞാൽ മതി. അള്ളാഹുവിന്റെ ഇസ്മ ഇങ്ങനെ പറയുമ്പോൾ റബ്ബിനോടൊരു ബന്ധം വരാണല്ലോ. അള്ളാഹുവിന്റെ ഇസ്മ പറയുമ്പോൾ റബ്ബിനോടൊരു ബന്ധം വരുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു. ഇമാം അബൂ ദാവൂദിന്റെ സുനനിലുണ്ട് ഹദീസ്, ഇമാം തുർമുദിയുടെ ജാമിഇലുണ്ട്. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇന്ന ഔലൻ നാസി ബില്ലാഹി മൻ ബദഅഹും ബിസ്സലാം. ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവോട് ഏറ്റവും ബന്ധമുള്ള മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ സലാം പറഞ്ഞു തുടങ്ങുന്നവനാരോ അവനാണ് റബ്ബിനോട് ഏറ്റവും ബന്ധമുള്ളവനെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളിൽ ഏറ്റവും റബ്ബിനോട് അടുപ്പുള്ള ആള് സലാം പറഞ്ഞു തുടങ്ങുന്ന മനുഷ്യനായിരിക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് ആ ബന്ധം ഉണ്ടാവണം. നുസ്ഹയിൽ ഒരു സംഭവം കാണാം. വഴിയോരങ്ങളിൽ സാധാരണ സലാം പറയുന്നതിന്റെ ഒരു അദബിൽപ്പെട്ടതാണ്. ഒരു വഴിയിൽ വെച്ച് വലിയ ആളും ചെറിയ ആളും കൂടി കണ്ടു കഴിഞ്ഞാൽ പ്രായത്തിന് ഇളയ ആള് പ്രായത്തിന് മൂത്ത ആളോട് സലാം അങ്ങോട്ട് പറയണം. രണ്ടാളും ഒരുമിച്ച് കണ്ടുമുട്ടിയോട് സലാം പറയണം. അപ്പൊ ചെറിയ വലിയവനോട് ചൊല്ലണം, ചെറിയ ആള് വലിയവനോട് സലാം ചൊല്ലണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഈ രണ്ട് സഹാബികൾ ഒരു വഴിയിൽ വെച്ച് കുറച്ചു കാലം ഇടക്കിടക്ക് ഇങ്ങനെ കണ്ടുമുട്ടൽ പതിവായിരുന്നു. കണ്ടുമുട്ടുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ചെറിയ ആളാണല്ലോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അങ്ങോട്ട് സലാം പറയുമായിരുന്നു. ഒരു ദിവസം അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയ സഹാബിയായ അലി റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കണ്ടുമുട്ടിയപ്പോൾ പതിവിന് വിരുദ്ധമായി മിണ്ടാതെ നിന്നു, സലാം പറഞ്ഞില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ചെറിയൊരു വിഷമായി. മഹാനവറുകൾ ആ വിഷമം കടിച്ചമർത്തിയിട്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങോട്ട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അലി റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടെ അങ്ങോട്ട് സലാം പതിവായി പറഞ്ഞ അലി റളിയല്ലാഹു അൻഹു അന്ന് പതിവിന് വിരുദ്ധമായി മിണ്ടാതെ നിന്നു. സലാം സ്വീകരിച്ചിട്ട് നല്ല ഭവ്യതയോടെ ചിരിച്ചിട്ട് മറുപടി പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ടുകൾ വിതുമ്പി ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിൽ ചെന്നുകൊണ്ട് സങ്കടം പറയുന്നു. നബിയേ, എന്റെ മുഖത്തെ വിഷാദം എന്തെന്നറിയുമോ? എന്താ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അങ്ങേക്ക് പറ്റിയതെന്താ? എന്റെ മുഖത്തെ വിഷാദം പതിവായി വഴിയിൽ വെച്ച് കാണുമ്പോൾ അലി എന്നോട് സലാം പറയലായിരുന്നു പതിവ്. ഇന്ന് അലി എന്നോട് സലാം പറഞ്ഞില്ല നബിയെ, എനിക്ക് സങ്കടം തോന്നി നബിയെ. അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, എന്റെ സിദ്ദീഖിനെ താങ്കൾ വിഷമിപ്പിച്ചോ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തിനും പറഞ്ഞ നബി നിങ്ങൾക്ക് സഹിക്കൂല. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ റളിയല്ലാഹു അൻഹു വലിയ മഹാൻ, അല്ലാഹു അവിടുത്തോടൊപ്പം സ്വർഗം തരട്ടെ നമുക്കൊക്കെ. ആ മഹാന വിഷമമുണ്ടായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാവതല്ല. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ അലിയെ റളിയല്ലാഹു അൻഹു, ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോ പതിവിന് വിരുദ്ധമായി സലാം പറയാതെ നിന്നതെന്താ? ഒന്നുമില്ല നബിയെ, ഇഷ്ടം കൊണ്ടാണ്. ഇഷ്ടം കൊണ്ടോ? അങ്ങ് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മഹാനല്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.
അതുകൊണ്ട് ഞാൻ സലാം പറഞ്ഞില്ല. എന്തായി പറയുന്നത്? നബിയേ, ഇന്നലെ രാത്രി ഞാൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാൻ കണ്ടത് അള്ളാഹുവിന്റെ സ്വർഗലോകമാണ് നബിയേ. സ്വർഗലോകത്തിൽ ഞാൻ കണ്ടത് ഒരു കൊട്ടാരമാണ്. ഒരു മലക്കതിന്റെ മുറ്റത്ത് നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, ഈ കൊട്ടാരം ആർക്കുള്ളതാ? സ്വപ്നത്തിൽ മലക്കനോട് പറഞ്ഞു, രണ്ട് സഹോദരന്മാർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം കൊണ്ട് ആദ്യം ആരാണോ തുടങ്ങുന്നത് ആ മനുഷ്യന് വേണ്ടി അള്ളാഹ് വെച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ വിഭവമാണ് മനോഹരമായ ഈ കൊട്ടാരമത്രേ. ആ കൊട്ടാരം എല്ലാ ദിവസവും ഞാൻ സ്വന്തമാക്കിയില്ല നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിവരം എനിക്ക് കിട്ടിയാൽ എന്റെ സഹോദരനായ സിദ്ദീഖ് തങ്ങൾക്കും ആ കൊട്ടാരം കിട്ടണമെന്ന് ഞാൻ മോഹിച്ചു. മഹാനവറുകൾക്ക് എനിക്ക് കിട്ടിയ പോലെ തന്നെ കിട്ടണമല്ലോ. കുശുമ്പുണ്ടെങ്കിൽ മഹാനവറുകൾ സിദ്ദീഖ് തങ്ങൾക്ക് സലാം പറയാൻ അവസരം കൊടുക്കൂല. ഞാൻ എന്റെ ജീവനതുല്യം സ്നേഹിക്കുന്ന എന്റെ നേതാവ് സിദ്ദീഖ് തങ്ങൾക്ക് ആ കൊട്ടാരം ഒന്ന് കിട്ടിയാലോ, എന്റെ സ്വപ്നം ഒന്ന് സാക്ഷാത്കരിച്ചാലോ എന്ന് കരുതി ഞാൻ മിണ്ടാതെ നിന്നതാണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലി പറഞ്ഞത് സത്യമാണ്. സദഖ അലിയുൻ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സലാം പറഞ്ഞങ്ങ് തുടങ്ങുമ്പോൾ ഈ രീതിയിലുള്ള പ്രതിഫലങ്ങൾ അല്ലാഹു വെച്ചിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.